നമ്മുടെ ഭൂമിക്കപ്പുറത്ത് ജീവനുണ്ടോ? അങ്ങനെ അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവ ഭൂമി സന്ദർശിക്കാറുണ്ടോ? അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ച് US-ൻ്റെ കൈവശം ഉണ്ടായിരുന്ന രഹസ്യരേഖകൾ പുറത്തുവിട്ടു തുടങ്ങിയിരിക്കുകയാണ് ട്രംപ്. പെൻറ്റഗൺ, FBI, നാസ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവയിൽ നിന്നായി 160-ലധികം ഫയലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഈ ഫയലുകൾ പറയുന്നത്? ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നും അന്യഗ്രഹ പേടകങ്ങളെ പലവട്ടം കണ്ടിട്ടുണ്ട് എന്നും US സൈനികർ നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പിന്നാലെ ഇത് സംബന്ധിച്ച് കൈവശമുള്ള രേഖകൾ പുറത്തുവിടാൻ US സർക്കാരിന് മേൽ സമ്മർദ്ദവുമേറിയിരുന്നു. ഈ വിവരങ്ങൾ പുറത്തുവിടും എന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം ഏതായിരുന്നാലും US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ 161 ഫയലുകളുടെ ആദ്യ ബാച്ച് പുറത്തുവിട്ടിരിക്കുകയാണ്. 1947 പറക്കും തളികകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, 69 അപ്പോളോ 12 ചന്ദ്രോപരിതലത്തിൽ നിന്ന് പകർത്തിയ അജ്ഞാത പ്രതിഭാസത്തിൻ്റെ ചിത്രം, 1972 അപ്പോളോ 17 ക്രൂ കണ്ട അജ്ഞാത വസ്തുക്കളെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ എന്നിവയെല്ലാം ഈ ഫയലുകളിൽ ഉണ്ട്. ചന്ദ്രന് ചുറ്റും കണ്ട അജ്ഞാത ലൈറ്റുകൾ, ലേസർ പോലുള്ള ബ്രൈറ്റ് ലൈറ്റ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത ബാച്ച് വിവരങ്ങൾ 30 ദിവസത്തിനകം പുറത്തുവരും എന്നാണ് പറയുന്നത്. രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ ഫയലുകൾ കാലങ്ങളായി പല ഊഹാപോഹങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് അത് നേരിട്ട് കാണാനുള്ള സമയമായി എന്നാണ് US-ൻ്റെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറയുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് മാത്രമല്ല, US കോൺഗ്രസിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റുമാരിൽ നിന്നും അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലും ഈ വിവരങ്ങൾ മറച്ചുവെക്കപ്പെട്ടിരിക്കുകയായിരുന്നു. CIA ഡയറക്ടർക്ക് പകരം അവരുടെ കീഴിലുള്ള ബ്യൂറോക്രാറ്റുകളാണ് ഈ വിവരങ്ങൾ ദശാബ്ദങ്ങളായി നിയന്ത്രിക്കുന്നത്. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇപ്പോൾ ക്യാബിനറ്റിന് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കാൻ ഇനിയും കാലങ്ങളെടുത്തേക്കും എന്നാണ് പറയുന്നത്. അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകൾ ഏതായിരുന്നാലും ഇപ്പോൾ ഈ പുറത്തുവിട്ട ഫയലുകളിൽ ഇല്ല. ഇപ്പോൾ പുറത്തുവന്ന പല വീഡിയോകളും മങ്ങിയതാണ്, എന്തും ആകാം എന്ന തരത്തിലുള്ളത്. വ്യക്തമായ ഹൈ റെസല്യൂഷൻ തെളിവുകൾ ഇല്ല എന്ന് പറയാം. ചിലത് സൈനിക ഓപ്പറേറ്റർമാർ റിപ്പോർട്ട് ചെയ്ത അജ്ഞാത വസ്തുക്കളാണ്. ട്രംപ് തന്നെ പറയുന്നത് ഇത് എന്താണ് എന്ന് ജനങ്ങൾ സ്വയം പരിശോധിച്ച് തീരുമാനം എടുക്കട്ടെ എന്നും. പല വീഡിയോകളിൽ കാണുന്ന അജ്ഞാത വസ്തുക്കൾക്ക് അസാധാരണമായ വേഗതയും 90 ഡിഗ്രിയിൽ തിരിയാനുള്ള കഴിവുമുണ്ട്. ഇവ എന്താണ് എന്ന് വിശദീകരിക്കാനോ പ്രതിരോധിക്കാനോ നിലവിൽ അമേരിക്കൻ സൈന്യത്തിന് കഴിയുന്നില്ല. ഈ വെളിപ്പെടുത്തലുകൾ ഒരു നീണ്ട പ്രക്രിയയുടെ തുടക്കമാണ് എന്നും ഒറ്റയടിക്ക് എല്ലാ ഉത്തരങ്ങളും പ്രതീക്ഷിക്കരുത് എന്നുമാണ് പ്രമുഖർ പറയുന്നത്. അതേസമയം പുറത്തുവിട്ട ചിത്രങ്ങൾ ചന്ദ്രോപരിതലത്തിലെ ഉൽക്കാപതനങ്ങളുടേത് ആണോ എന്നും പലരും സംശയിക്കുന്നു. രേഖകൾ പുറത്തുവിട്ടതിന് പിന്നിൽ നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ട്രംപിൻ്റെ ഒരു നീക്കമുണ്ട് എന്നും ചിലർ സംശയിക്കുന്നു. ഇറാൻ യുദ്ധവും എപ്സ്റ്റീൻസ് ഫയൽസും ഉണ്ടാക്കിയ പരിക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നാണ് വിമർശനം. ഏതായിരുന്നാലും പുറത്തുവിട്ട ഫയലുകളിൽ പുതുതായി ഒന്നുമില്ല എന്നും വീഡിയോകളിൽ കാണുന്ന രൂപങ്ങൾ ക്യാമറ ലെൻസിൻ്റെ സാങ്കേതിക തകരാറുകളോ ദൂരെയുള്ള പ്രകാശ ബിന്ദുക്കളോ ആകാനാണ് സാധ്യതയെന്നും വിമർശകർ പറയുന്നു. കാത്തിരിക്കാം.